ഹായ് ഹലോ ഫ്രണ്ട്സ്, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു റിവ്യൂയിലേക്ക് സ്വാഗതം. അങ്ങനെ ഡോക്ടറും മണിക്കുട്ടിയും സംസാരിക്കുന്ന ഭാഗത്തോടെയാണ് തുടങ്ങുന്നത്. ഡോക്ടർ മണിക്കുട്ടിയോട് ചോദിക്കുന്നുണ്ട്, മണിക്കുട്ടിക്ക് സ്കൂളിലൊക്കെ ധാരാളം ഫ്രണ്ട്സൊക്കെ ഉണ്ടോ, ബെസ്റ്റ് ഫ്രണ്ട്, സുഹൃത്ത് അവരൊക്കെ ഉണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ എനിക്ക് എൻ്റെ ബെസ്റ്റ് ഫ്രണ്ടും എല്ലാം എൻ്റെ ഒറ്റ സുഹൃത്തും എല്ലാം ഒന്ന് തന്നെയാണ് എൻ്റെ അനിയത്തി മുത്ത് എന്ന് പറയുവാണ്. ആഹാ, കൊള്ളാലോ, മണിക്കുട്ടിനെ കണ്ടാലറിയാം പഠിക്കാൻ നല്ല മിടുക്കിയാണെന്ന് എന്നിങ്ങനെ പറയുവാട്ടോ. ആ സമയത്ത് മണിക്കുട്ടി പറയുന്നുണ്ട്, അതെ ഞാൻ പഠിക്കാൻ മിടുക്കിയ, ഞാൻ മാത്രമല്ല കേട്ടോ, എൻ്റെ മുത്തും അതെ, ഞാനും എൻ്റെ മുത്തുമാണ് സ്കൂളിൽ നമ്പർ 1 എന്ന് പറയുമ്പോൾ, ആഹാ കൊള്ളാലോ എന്നിങ്ങനെ ഡോക്ടർ പറയുവാണ്. അപ്പോഴേക്കൊരു നേഴ്സ് വരുന്നുണ്ട്. ഡോക്ടർ, ആ ഡോഗിക്ക് ഏത് മരുന്നാണ് കൊടുക്കേണ്ടത് എന്നൊക്കെ ചോദിക്കാൻ വേണ്ടി നേഴ്സ് വരുന്നുണ്ട്. നേഴ്സ് വരുമ്പോൾ തന്നെ മണിക്കുട്ടി ഹായ് ചേച്ചി എന്ന് പറഞ്ഞിട്ടോ ആ നേഴ്സിനെ ഇങ്ങനെ കൈ കാണിക്കുക കേട്ടോ. അപ്പോൾ ആ നേഴ്സ് ഹായ് മണിക്കുട്ടി മോളെ എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ കൊഞ്ചിക്കണൊക്കെ ഉണ്ട്. അവരങ്ങോട്ട് പോകുവാണ്. അവർ പോയി കഴിയുമ്പോൾ ഡോക്ടർ ചോദിക്കേണ്ട, ആഹാ മണിക്കുട്ടിക്ക് ഇവിടെ എല്ലാവരുമായിട്ട് പരിചയമായി അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഇവിടെയുള്ള എല്ലാവരെയും ഞാൻ പരിചയപ്പെട്ടു എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം ഡോക്ടർ ചോദിക്കുന്നുണ്ട്, ആഹാ മോള് പാട്ടൊക്കെ പാടോ എന്ന് ചോദിക്കുമ്പോൾ, പിന്നെ ഞാൻ പാട്ടൊക്കെ പാടും. ആണോ, എങ്കിൽ ഡോക്ടർ അങ്കിളിന് വേണ്ടി ഒരു പാട്ട് പാടാവോ? ഇപ്പോഴല്ല ഡോക്ടർ അങ്കിൾ പറയുമ്പോൾ, ഞാൻ പാടാലോ, ഡോക്ടർ അങ്കിൾ പറഞ്ഞാൽ മതി, ഞാൻ ഡോക്ടറിൻ്റെ അടുത്ത് ഡോക്ടർ അങ്കിൾക്ക് പാട്ട് പാടിത്തരാമെന്ന് പറയുവാണ്. ശരി എങ്കിൽ മോള് പോയി കളിച്ചോ, പുറത്തേക്കൊന്നും പോകരുത് കേട്ടോ എന്ന് പറയുമ്പോൾ, ഇല്ല ഡോക്ടർ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി അകത്തേക്ക് കയറി പോവാണ്. മണിക്കുട്ടി പോണ കാണുമ്പോൾ ഡോക്ടർ ഇങ്ങനെ മണിക്കുട്ടിനെ തന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് ഡോക്ടർ കാവ്യനെ റൂമിലേക്ക് വിളിപ്പിക്കുകയാണ്. കാവ്യയുടെ മണിക്കുട്ടിനെ കുറിച്ച് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ കാവ്യ പറയുന്നുണ്ട്, ഞാൻ ഈ കാര്യം ആരോടും പറയേണ്ടെന്ന് വിചാരിച്ചാണ്, പിന്നെ ഡോക്ടർ ആയതുകൊണ്ട് ഞാൻ സത്യം പറയണമെന്നേ ഉള്ളൂ. മണിക്കുട്ടി എൻ്റെ മകളല്ല എന്നിങ്ങനെ പറയുവാണ്. അതിനുശേഷം കാവ്യ നടന്ന കാര്യങ്ങളൊക്കെ ഡോക്ടറോട് പറയുവാട്ടോ. കൃഷ്ണ ഇങ്ങനെ അമ്പലത്തിൽ പോയ സമയത്ത് ഇങ്ങനെ മുണ്ടിനെ തീ പിടിച്ചതും മണിക്കുട്ടി വന്ന് രക്ഷിച്ചിട്ട് പുഴയിലേക്ക് തള്ളിയിട്ടതും, അതിനുശേഷം അവരവരുടെ അച്ഛൻ അന്വേഷിച്ച് വന്നതെന്ന് അറിഞ്ഞപ്പോഴേക്കും മണിക്കുട്ടിനെ രാധികേനെ വീട്ടിലേക്ക് കൊണ്ടുവന്നതും, അതിനുശേഷം നീരജയുടെ കാമുകനായ പ്രതാപ് വന്ന് മുത്തിനെ അതായത് പിടിച്ചിട്ട് ഇങ്ങനെ ഭീഷണിപ്പെടുത്തിയപ്പോഴേക്കും രാധിക പ്രതാപിന് തലക്കിടിച്ചപ്പോൾ പ്രതാപ് ആ ദേഷ്യത്തിൽ രാധികേനെ വയറ്റിൽ കുത്തിയതും എല്ലാം തന്നെ ഡോക്ടറോട് തുറന്ന് പറയും കേട്ടോ കാവ്യ. ആ സമയത്ത് ഡോക്ടർ പറയുന്നുണ്ട്, ഓഹോ അപ്പോൾ മണിക്കുട്ടി ശരിക്കും പറഞ്ഞാൽ ഇപ്പോൾ ഒരു അനാഥയാണ് അല്ലേ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, ഡോക്ടർ പ്ലീസ് അങ്ങനെ പറയരുത്, ഞാൻ പറഞ്ഞല്ലോ ഞാൻ ഈ കാര്യം ആരോടും പറയണ്ടെന്ന് വെച്ചാൽ പിന്നെ ഡോക്ടറുടെ അടുത്ത് കള്ളം പറയാൻ പാടില്ലല്ലോ, അതുകൊണ്ട് ഞാൻ സത്യം പറഞ്ഞതേ ഉള്ളൂ. മണിക്കുട്ടി എൻ്റെ കൃഷ്ണയുടെ മകള് തന്നെയാണ്. ഇപ്പം എനിക്ക് അങ്ങനെ തന്നെ ആലോചിക്കാൻ പറ്റുള്ളൂ. കാരണം വെച്ചാൽ ഞാൻ അവളെ മകളായിട്ട് അംഗീകരിച്ചു കഴിഞ്ഞു. എനിക്ക് 2 മക്കളാണ്, മുത്തും മണിക്കുട്ടി. ഇനി അത് ആരല്ലെന്ന് പറഞ്ഞാലും ഞാൻ സമ്മതിച്ചു കൊടുക്കില്ല. ഇനി ആരും ഈ സത്യം അറിയരുത് ഡോക്ടർ, എൻ്റെ മകള് തന്നെയാണെന്ന് ഇനി ലോകം മൊത്തം അറിയാൻ പാടും. മണിക്കുട്ടി എൻ്റെ മകളാണ്, എനിക്ക് 2 മക്കളുണ്ട് എന്ന് മാത്രമേ എല്ലാവരും അറിയാൻ പാടുള്ളൂ എന്ന് പറയുമ്പോൾ ഡോക്ടർ പറയണ്ടേ, എങ്കിൽ നിങ്ങൾക്ക് മണിക്കുട്ടീനെ ദത്തെടുത്തൂടെ എന്ന് ഡോക്ടർ ചോദിക്കുമ്പോൾ, അതിനു വേണ്ടിയൊക്കെ കുറേ ശ്രമിച്ചതാ ഡോക്ടർ, പക്ഷേ എൻ്റെ അമ്മയുണ്ടല്ലോ, അമ്മ ഒട്ടും സമ്മതിക്കുന്നില്ല, അമ്മ ഇതിന് എതിരാണ് എന്ന് പറയുമ്പോൾ ഡോക്ടർ പറഞ്ഞു, ഓഹോ അപ്പോൾ ദത്ത് നടന്നിട്ടില്ല അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, ഇല്ല ഡോക്ടർ നടന്നിട്ടില്ല, പക്ഷെ അത് എത്രയും പെട്ടെന്ന് നടക്കും, ഞങ്ങൾ അതിനു വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ, എന്താ ഡോക്ടർ മണിക്കുട്ടിനെ കുറിച്ച് ചോദിക്കാൻ കാണണമെന്ന് കാവ്യ ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണ്ടേ, എന്തോ ആ കുട്ടിനെ കണ്ടപ്പോൾ വല്ലാത്തൊരു അടുപ്പം തോന്നി എന്ന് പറയുമ്പോൾ കാവ്യ പറയണ്ട്, അതെ അവളെ കാണുമ്പോൾ എല്ലാവർക്കും അങ്ങനെ തന്നെയാണ്, പെട്ടെന്ന് അടുക്കാൻ തോന്നും, അങ്ങനത്തെ ഒരു സ്വഭാവമാണ് മണിക്കുട്ടിയുടെ എന്നിങ്ങനെ പറയുക കേട്ടോ. അതുകൊണ്ട് തന്നെയാണ് എനിക്കും അവളെ ഏറ്റവും ഇഷ്ടം. എനിക്കും കൃഷ്ണക്കും ഇപ്പോൾ അവളെ കാണാതിരിക്കാൻ പറ്റില്ല, ഞങ്ങളുടെ മുത്തിനെ പോലെ തന്നെയാണെന്ന് ഞങ്ങൾ പറഞ്ഞല്ലോ ഡോക്ടർ. എങ്കിലും ശരി ഡോക്ടർ, ഈ കാര്യം വേറെ ആരോടും പറയരുത് എന്ന് പറഞ്ഞിട്ട് കാവ്യ അവിടെ നിന്ന് ഇറങ്ങുവാണ്. കാവ്യ പോയി കഴിയുമ്പോഴേക്കും ഡോക്ടർ ഇങ്ങനെ മനസ്സിൽ, ഓ അപ്പം ദത്തെടുത്തിട്ടില്ല എന്ന രീതിയിൽ ഇങ്ങനെ ചിന്തിക്കുക കേട്ടോ. അതിനുശേഷം ഡോക്ടർ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേക്കും മണിക്കുട്ടി തുള്ളിച്ചാടിയൊക്കെ നടന്നു വരുവാട്ടോ. മണിക്കുട്ടിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുക ഡോക്ടർ. പാവം ഒരു അനാഥയാണല്ലോ കുട്ടി, ചെറുപ്പത്തിൽ തന്നെ അമ്മയും അച്ഛനെ നഷ്ടപ്പെട്ട കുട്ടി, എന്തും മിടുക്കിയ കുട്ടി എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മണിക്കുട്ടി ഡോക്ടറോട് ചോദിക്കണ്ടേ, എന്താ ഡോക്ടറെ എന്നെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്നത്, എന്തെങ്കിലും പറയാനുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഡോക്ടർ പറയണ്ടേ, ഒന്നുമില്ല മോളെ നോക്കിക്കൊണ്ടിരിക്കാൻ തോന്നി, അത്രയേ ഉള്ളൂ. മോള് ചിരിക്കുമ്പോൾ ദൈവം ചിരിക്കണ പോലെ എനിക്ക് തോന്നും. ദൈവം ചിരിക്കുന്ന പോലെയോ? അതെ, പിള്ളേരെന്ന് വെച്ചാൽ നിഷ്കളങ്കരെന്നല്ലേ മക്കളെ അർത്ഥം, അതുകൊണ്ട് നിഷ്കളങ്കമായിട്ടുള്ള ചിരി കാണുമ്പോൾ ദൈവത്തിന്റെ ചിരി പോലെ തോന്നും. മണിക്കുട്ടി ഒരു നല്ല കുട്ടിയാണ് കേട്ടോ എന്ന് ഡോക്ടർ പറയുമ്പോൾ, ശരിയെങ്കിലേ ഞാൻ പോയി കളിച്ചോട്ടെ, ഞാൻ പറഞ്ഞല്ലോ ദൂരത്തൊന്നും പോകരുത്, ഇവിടെ തന്നെ നിൽക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പറയാണ്. ശരി അങ്കിളെ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ മണിക്കുട്ടി അവിടെ വേറൊരു സിസ്റ്ററെ കാണുമ്പോൾ അവരോട് സംസാരിച്ചുകൊണ്ട് അവിടെ നിൽക്കുവാണ്. ഡോക്ടർ മണിക്കുട്ടിനെ തന്നെ ഇങ്ങനെ സൂക്ഷിച്ചിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. പിന്നീട് കാണിക്കുന്നത് മുത്തിനെയാണ്. മുത്ത് ആകെ ദേഷ്യം വന്നിട്ട് മുത്തിന്റെ കളിപ്പാട്ടങ്ങളൊക്കെ എടുത്ത് വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുക കേട്ടോ. അങ്ങനെ എല്ലാ കളിപ്പാട്ടങ്ങളും വലിച്ചെറിഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് കൃഷ്ണ പെട്ടെന്ന് മുകളിൽ നിന്ന് നിലത്തേക്ക് വരുന്നുണ്ട്. കൃഷ്ണ നോക്കുമ്പോൾ ആകെ ദേഷ്യത്തിൽ മുത്ത് സോഫയിൽ കയറി ഇരിക്കുവാണ്.
മുത്തിൻ്റെ അടുത്തേക്ക് കൃഷ്ണ പോകുന്നുണ്ട്. മോളെ എന്ന് പറഞ്ഞിട്ട് കൃഷ്ണ എന്താ അച്ഛ എന്ന് മുത്ത് ചോദിക്കുമ്പോൾ കൃഷ്ണ പെട്ടെന്ന് മുത്തിൻ്റെ അടുത്തേക്ക് വന്നിരിക്കുകയാണ്. അതിനുശേഷം കൃഷ്ണക്ക് മനസ്സിലാവും മണിക്കുട്ടി ഇല്ലാത്തതിൻ്റെ വിഷമമാണെന്ന്. കൃഷ്ണ പറയുന്നുണ്ട് മണിക്കുട്ടി ഇല്ലാത്തതുകൊണ്ട് മോൾക്കാകെ വിഷമമാവുന്നുണ്ടല്ലോ എന്ന് പറയുമ്പോൾ ഉണ്ട് അച്ഛ, എനിക്ക് അവളെ കാണാതിരിക്കാൻ പറ്റുന്നില്ല അച്ഛ. അവൾ എപ്പോഴാ അച്ഛ ഒന്ന് വരാൻ ചോദിക്കുമ്പോൾ മോളെ ഇനി 2-3 ദിവസത്തിനുള്ളിൽ അവൾ ഇങ്ങോട്ട് വരും. മോള് വിഷമിക്കാതെ മോള് ഭക്ഷണമൊക്കെ കഴിക്കണമെന്ന് പറയുമ്പോൾ എനിക്കെന്തോ പറ്റണില്ല അച്ഛാ. മണിക്കുട്ടിയില്ല, അമ്മയില്ല, ആരും ഇല്ല ഇവിടെ, ഞാനും അച്ഛനും ഭരതങ്ങളും മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴേക്കും എനിക്ക് മണിക്കുട്ടിനെ കാണണം അച്ഛാ, എനിക്ക് കാണാതിരിക്കാൻ പറ്റുന്നില്ല എന്നൊക്കെ പറയുവാട്ടോ മുത്ത്. ആ സമയത്ത് കൃഷ്ണ പറയുന്നുണ്ട് ഒരു വഴിയുണ്ട് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കൃഷ്ണ കാവ്യനെ വിളിക്കുകയാണ്. ആ സമയത്ത് കാവ്യ പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. ആ കൃഷ്ണ എന്താ വീട്ടിലെത്തിയോ? ഞാൻ വീട്ടിലെത്തിയടോ. വീട്ടിലെത്തിയപ്പോൾ മോളുടെ അവസ്ഥ കണ്ട് സഹിക്കാൻ പറ്റുന്നില്ല. എന്തു പറ്റി മുത്തിന് എന്ന് ചോദിക്കുമ്പോൾ അവളാകെ തകർന്നിരിക്കുവാടോ. അവളുടെ ഇരിപ്പ് കണ്ട നെഞ്ച് തകർന്നു പോകുന്നു എന്ന് പറയുമ്പോൾ അയ്യോ അതെന്താന്ന് എനിക്കറിയില്ലേ, അവൾക്ക് മണിക്കുട്ടിയില്ലാതെ പറ്റുന്നില്ല, മണിക്കുട്ടിയില്ലാതെ ആകെ വിഷമിച്ചിരിക്കുക നമ്മുടെ മോള്. അവളുടെ ഇരിപ്പ് താൻ കണ്ടെങ്കിൽ തനിക്ക് സഹിക്കാൻ പറ്റില്ല. ഓരോരുത്തരുടെ നിർബന്ധം കാരണം, ഓരോരുത്തരുടെ അജന്ത കാരണം മണിക്കുട്ടിനെ അവിടെ കൊണ്ടേ ആക്കിയേക്കണല്ലേ എന്ന് പറയുമ്പോൾ കൃഷ്ണ എന്താ കൃഷ്ണ ഇങ്ങനെയൊക്കെ പറഞ്ഞത്? 2-3 ദിവസത്തെ കാര്യമല്ലേ, അമ്മക്ക് അവള് വേണോന്ന് പറഞ്ഞോണ്ടല്ലേ, അമ്മ മുമ്പത്തെ പോലെയൊന്നും അല്ല കൃഷ്ണ എന്നൊക്കെ പറയുമ്പോൾ താനൊന്നും ഇനിയിപ്പോൾ പറയണ്ട, ഒരു കാര്യം ചെയ്യും, മണിക്കുട്ടിക്ക് ഫോൺ കൊടുക്കുന്ന പറയുവാണ്. ഇപ്പം കൊടുക്കാന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി മോളെ ഇങ്ങോട്ട് വന്നേന്ന് പറഞ്ഞിട്ട് കാവ്യ വിളിക്കുവാണ്. അതെ ഫോണ് എന്ന് പറഞ്ഞിട്ട് കാവ്യ മണിക്കുട്ടിയുടെ കയ്യിൽ ഫോൺ കൊടുക്കുകയാണ്. മോളെ മണിക്കുട്ടി എന്ന് കൃഷ്ണ പറഞ്ഞിട്ട് ശേഷം ഞാൻ മുത്തിന് ഫോൺ കൊടുക്കാട്ടോ എന്ന് പറഞ്ഞ് മുത്തിന്റെ കയ്യിലേക്ക് ഫോൺ കൊടുക്കുവാട്ടോ. അങ്ങനെ മുത്ത് മണിക്കുട്ടിയുടെ പറയുന്നുണ്ട് മണിക്കുട്ടി നീ ഭക്ഷണം എന്തെങ്കിലും കഴിച്ചോ എന്ന് ചോദിക്കുമ്പോൾ കഴിച്ചു മുത്ത് കഴിച്ചോ? കഴിച്ചു. നീ എന്ത് ചെയ്യുമായിരുന്നു? ഞാനിവിടെ ഉണ്ട് മുത്തേ എന്ന് പറയുമ്പോൾ നിന്നെ ഇനി എപ്പോഴാണ് മണിക്കുട്ടി കാണാൻ പറ്റുക? നീ പെട്ടെന്ന് വരുമോ എന്ന് ചോദിക്കുമ്പോൾ ഞാനൊരു 2-3 ദിവസത്തെ വരുമല്ലോ മുത്ത് വിഷമിക്കേണ്ട, എനിക്കും വല്ലാത്ത വിഷമമുണ്ട് മുത്തിനെ കാണാൻ പറ്റാത്തതിൽ എന്ന് പറയുമ്പോൾ മുത്ത് പറയുന്നുണ്ട് അവിടെ ഒരുപാട് രോഗികളൊക്കെ വരുന്ന സ്ഥലമല്ലേ, നീ അവരുടെ ഇടയിലൊക്കെ ഒന്ന് പോരുത് കേട്ടോ, അസുഖങ്ങളൊക്കെ പരുക്കും എന്ന് പറയുവാണ്. ആ സമയത്ത് മണിക്കുട്ടി പറയണ്ടേ ഇവിടെ അസുഖമുള്ള രോഗികളൊന്നും വരാറില്ല മുത്തേ, ഇവിടെ കൈയും കാലും വയ്യാതെ അതൊക്കെയാ വരുന്നത്, പിന്നെ അങ്ങനെ അസുഖമുള്ളവരൊന്നും വരാറില്ല എന്നിങ്ങനെ പറയുമ്പോൾ എങ്കിലും നീ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കണ്ട, അമ്മയുടെ കൂടെ തന്നെ നിന്നാൽ മതി എന്ന് മുത്ത് പറയുവാണ്. അതിനുശേഷം മുത്ത് ചോദിക്കുന്നുണ്ട് മണിക്കുട്ടി അടുത്ത് പിന്നെ മുത്തശ്ശിയുടെ ആ ഓന്ത് മാറുന്ന പോലത്തെ സ്വഭാവം എടുക്കാൻ തുടങ്ങിയോ നിന്റെ അടുത്തെന്ന് പറയുമ്പോൾ ഇതുവരെ കുഴപ്പമൊന്നുമില്ല മുത്തേ എന്ന് മണിക്കുട്ടി പറയുവാണ്. അതിനുശേഷം മണിക്കുട്ടി മുത്ത് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കട്ടോ. അവരുടെ സംസാരം കേട്ട് കാവ്യയും കൃഷ്ണയും അവരെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. കൃഷ്ണയുടെ മനസ്സിലാണെങ്കിൽ തൻ്റെ 2 മക്കളും എത്രമാത്രമാണ് സ്നേഹിക്കണമെന്ന് ആലോചിച്ചിട്ട് കണ്ണ് നിറയാണ്. കാവ്യാണെന്നുണ്ടെങ്കിൽ ഇവർ രണ്ടുപേരും കൂടപ്പറപ്പുകളല്ല അല്ലെങ്കിൽ പോലും കൂടപ്പറപ്പുകളെ പോലെ എന്തുമാത്രം സ്നേഹമാണ് ഈ 2 പിള്ളേരും എന്നാലോചിച്ച് കാവ്യക്കും വിഷമമാവാട്ടോ. അങ്ങനെ 2 പേരും ഫോണിൽ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നതാണ് കാണിക്കുന്നത്. അങ്ങനെ വീണ്ടും മണിക്കുട്ടി മുറ്റത്തേക്ക് ഇറങ്ങുവാട്ടോ. മുറ്റത്തേക്ക് ഇറങ്ങുമ്പോൾ ഒരു മൂലക്കൊരു മുത്തശ്ശി ഇരിക്കുവാണ്. അങ്ങനെ നമ്മുടെ ആ മുത്തശ്ശി ഇരിക്കുന്ന സമയത്ത് നമ്മുടെ മണിക്കുട്ടി ആ മുത്തശ്ശിനെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം ആ അമ്മയുടെ അടുത്തേക്ക് പോകുന്നുണ്ട്. ഹായ് അമ്മുമ്മേ എന്ന് വിളിക്കുക കേട്ടോ. ആ സമയത്ത് പെട്ടെന്ന് ആ മുത്തശ്ശി നമ്മുടെ മണിക്കുട്ടിനെ നോക്കുവാണ്. അമ്മുമ്മയോ എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടീനെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക കേട്ടോ. അതിനുശേഷം മണിക്കുട്ടി ഇങ്ങനെ ചിരിച്ചുകൊണ്ടിരിക്കണം കാണുമ്പോൾ ഈശ്വര ഈ ചിരി എൻ്റെ നെഞ്ചി തറക്കണ പോലെ തോന്നുന്നു എന്ന് ആ മുത്തശ്ശി പറയുന്നുണ്ട്. എന്താ മുത്തശ്ശി ഒറ്റയ്ക്ക് ഇവിടെ വന്ന് നിൽക്കുന്നത്, എന്ത് പറ്റി, മുത്തശ്ശി എന്തെങ്കിലും കഴിച്ചായിരുന്നോ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ മുത്തശ്ശി വെറുതെ വന്നിരുന്നാണ്, മുത്തശ്ശി കഴിച്ചായിരുന്നു. ആട്ടെ മോളുടെ പേരെന്താ എന്ന് ആ മുത്തശ്ശി ചോദിക്കുന്ന സമയത്ത് മണിക്കുട്ടി പറയുന്നുണ്ട് എൻ്റെ പേര് മണിക്കുട്ടി എന്ന് പറയുമ്പോൾ അവരാകെ ഞെട്ടുവാട്ടോ. മണിക്കുട്ടിയോ എന്ന് പറയുമ്പോൾ അതെ മണിക്കുട്ടി എന്ന് എൻ്റെ പേര്. മോളുടെ ആരാ ഇവിടെ കിടക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ മുത്തശ്ശിയാ. മുത്തശ്ശിയാണോ കിടക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതേ മുത്തശ്ശിയ എന്ന് പറയുമ്പോൾ ആ അമ്മൂമ്മയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുന്ന പോലെ മണിക്കുട്ടിനെ നോക്കുവാട്ടോ. ആട്ടെ മുത്തശ്ശിയുടെ വീട് എവിടെയാ എന്ന് മണിക്കുട്ടി ചോദിക്കുമ്പോൾ അങ്ങ് ദൂരെയാ മോളെ എന്ന് പറയുവാണ്. അതിനുശേഷം അവർ ചോദിക്കുന്നുണ്ട് എന്താണ് ആട്ടെ മോളുടെ കൂടെ ആരാ വന്നിരിക്കണമെന്ന് ചോദിക്കും, ഇവിടെ ആരാ കിടക്കുന്നത് ചോദിക്കുമ്പോൾ ഞാൻ പറയുന്നത് മുത്തശ്ശിയാണ്. മോളുടെ കൂടെ ഒക്കെ ആരൊക്കെ ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ അമ്മയുണ്ട് കൂടെ എന്ന് പറയാണ്. ആണോ ശരി എന്ന് അവരുടെ മുഖം മാറി പറയുമ്പോൾ ശരി മുത്തശ്ശി പിന്നെ കാണാവേ എന്ന് പറഞ്ഞിട്ട് അവരങ്ങോട്ട് പോകുവാട്ടോ. അതിനുശേഷം ആ അമ്മുമ്മ ആ മണിക്കുട്ടിനെ തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈശ്വര ഈ കുട്ടീനെ എവിടെയോ കണ്ട പോലെ, അവളുടെ കളിയും ചിരിയും നോട്ടമൊക്കെ എവിടെയൊക്കെയോ വർഷങ്ങൾക്ക് മുമ്പ് മറന്നുപോയ പോലെ ഒരു തോന്നൽ എന്ന് പറഞ്ഞിട്ട് ആ മുത്തശ്ശി പെട്ടെന്ന് തന്നെ അകത്തേക്ക് കയറി പോവുക. അങ്ങനെ ആ രാധികയുടെ അമ്മയാണ് കേട്ടോ അത്. അപ്പോൾ രാധികയുടെ അമ്മ എന്ന് ഇനി പറയാം. അപ്പോൾ രാധികയുടെ അമ്മ അകത്തേക്ക് കയറി പോകുവാണ്. അതിനുശേഷം പെട്ടി, അതായത് അവരുടെ റൂമിൽ പോയിട്ട് ഒരു ബാഗ് ഉണ്ട്. ആ ബാഗ് എടുത്ത് തുറന്നിങ്ങനെ നോക്കുന്ന സമയത്ത് അതിൽ നിന്നൊരു ഫോട്ടോ എടുക്കുവാണ്. അത് രാധികയുടെ ചെറുപ്പത്തിലെ ഫോട്ടോയാട്ടോ.
അതായത് ഒരു ടീനേജ് ഏജിലുള്ളൊരു ഫോട്ടോയാണ്. ആ ഫോട്ടോ നോക്കിയിട്ട് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് മണിക്കുട്ടിയുടെ മുഖവും ഓർമ്മ വരുവാണ് രാധികയുടെ അമ്മക്ക്. അതിനുശേഷം പെട്ടെന്ന് തന്നെ ആ രാധികയുടെ അമ്മ മനസ്സിൽ പറയുവാണ്, അതെ, ആ കുട്ടിക്ക് എൻ്റെ മകൾ രാധികയുടെ അതേ ഛായ, അതേ ചിരി, അതേ കണ്ണുകൾ, എൻ്റെ മകൾ ചെറുപ്പത്തിൽ എങ്ങനെയാണിരുന്നത് അതുപോലെ തന്നെ എടുത്തു വെച്ച പോലെ തന്നെ ഒരു കുട്ടി എന്നിങ്ങനെ പറയുവാണ്. അതെ, അവൾ എൻ്റെ മകളെ പോലെ തന്നെയാണുള്ളത് എന്ന് നമ്മുടെ രാധികയുടെ അമ്മക്ക് മനസ്സിലാവാട്ടോ. അതുപോലെ തന്നെ ആ സമയത്ത് കൃഷ്ണനെയും കാണിക്കുന്നുണ്ട്. കൃഷ്ണ വീട്ടിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നുകൊണ്ടിരിക്കുകയാണ്. ആകെ ഒരു വിചാരം മാത്രമേ ഉള്ളൂ, മണിക്കുട്ടിയും മുത്തും പരസ്പരം പിരിഞ്ഞ ഭാഗം. അതായത് മണിക്കുട്ടിനെയും കൂട്ടിക്കൊണ്ട് കൃഷ്ണ ഹോസ്പിറ്റലിൽ പോയതും മുത്ത് ടാറ്റ ബൈ ബൈ പറഞ്ഞ് അവർ സൈഡിൽ നിന്ന് വിഷമിച്ചിരിക്കുന്നതും ആ രണ്ടുപേരുടെ മുഖവും കൃഷ്ണ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനുശേഷം കൃഷ്ണ മനസ്സിൽ വിചാരിക്കുകയാണ്, അതെ, രണ്ട് മക്കൾ, എൻ്റെ പൊന്നു രണ്ട് മക്കൾ, അവരെ കാണാതെ എനിക്കൊരിക്കലും ഇരിക്കാൻ പറ്റില്ല. അവർ രണ്ടുപേരും എനിക്ക് എപ്പോഴും ഒരുമിച്ച് കാണണം. എൻ്റെ ജീവിത അവസാനം വരെ അവരെൻ്റെ കൂടെ ഉണ്ടാവണം. അവരെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എൻ്റെ കൂടെ തന്നെ നിർത്തും. എൻ്റെ ഇടം കൈയും വലം കൈയായിട്ടും മുത്തും മണിക്കുട്ടിയും എൻ്റെ കൂടെ ഉണ്ടാവും. ഈശ്വര, എനിക്ക് ഈ വിഷമം താങ്ങാൻ പറ്റുന്നില്ല. എൻ്റെ മണിക്കുട്ടിനും മുത്തിനും എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഒരുമിച്ച് കാണാൻ പറ്റണേ എന്നൊക്കെ പറഞ്ഞിട്ട് കൃഷ്ണയെ അവരെക്കുറിച്ച് തന്നെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പിന്നീട് കാണിക്കുന്ന ഡോക്ടർ അവിടെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് നേഴ്സിൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരിക്കും കേട്ടോ. അപ്പോഴാണ് മണിക്കുട്ടി വരുന്നത്. മണിക്കുട്ടി വരുന്ന സമയത്ത് ആ ആയുർവേദ മെഡിസിനൊക്കെ ഇടിക്കുന്ന ഒരു സംഭവം ഉണ്ടല്ലോ, ആ സംഭവം അവിടെ ഇരിക്കുന്നത് കാണുന്നതാണ്. മണിക്കുട്ടി അത് കാണുമ്പോഴേക്കും ഓടിപ്പോവാണ്. ഹായ്, ഇത് കൊള്ളാലോ എന്ന് പറഞ്ഞിട്ട് ആ പാത്രം ഇങ്ങനെ എടുത്തിട്ട് ഇടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഡോക്ടർ ഇങ്ങനെ മണിക്കുട്ടിയെ തന്നെ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഈ രാധികയുടെ അമ്മ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ആഹാ, മണിക്കുട്ടി അല്ലേ ഇത് എന്ന് പറഞ്ഞിട്ട് മണിക്കുട്ടി അടുത്തേക്ക് പോവാണ്. ആഹാ, മോളിവിടെ നിൽക്കുകയാണോ? മോളത്തെ ഒരു കാര്യം എനിക്ക് ചോദിക്കാനുണ്ട് എന്ന് പറയാണ്. എന്താ അമ്മുമ്മേ എന്ന് ചോദിക്കുമ്പോൾ, അതെ, മോളുടെ അമ്മയുടെ പേരെന്താ? മോള് ആരുടെ കൂടെ ഇവിടെ വന്നതെന്നാ പറഞ്ഞത്? മോളുടെ അമ്മ എവിടെ എന്നൊക്കെ ചോദിക്കും. ഭയങ്കര ആവേശത്തിൽ ചോദിക്കുക കേട്ടോ. രാധികയാണ് എന്ന് പറയണ കേൾക്കാൻ വേണ്ടിയിട്ട് ആവേശത്തിൽ തന്നെ വരുവാണ്. അപ്പോഴേക്കും മണിക്കുട്ടി പറഞ്ഞിട്ട്, അതെ, എൻ്റെ അമ്മ ഇവിടെ തന്നെ ഉണ്ട് എന്നിങ്ങനെ പറയുന്നുണ്ട്. ആഹാ, അതെയോ എന്ന് ചോദിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ കാവ്യ അകത്തുനിന്ന് പുറത്തേക്ക് വരുന്നുണ്ട്. ആഹാ, മണിക്കുട്ടിയുടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണോ? മണിക്കുട്ടിയുടെ അമ്മേനെയാണോ അമ്മ അന്വേഷിക്കേണ്ടതെന്ന് ചോദിക്കുമ്പോൾ, ആഹാ, അതെ അതെ അതേ മോളെ, ആരാ കുട്ടിയുടെ അമ്മ എന്ന് ചോദിക്കുമ്പോൾ, അത് ഞാൻ തന്നെയാ, എൻ്റെ പേര് കാവ്യാന്നാ, ഞാനാ മണിക്കുട്ടിയുടെ അമ്മ എന്ന് പറയുമ്പോൾ മണിക്കുട്ടി പറയണ്ട ആ രാധികയുടെ അമ്മയെടുത്ത്, അതെ, ഇതാ എൻ്റെ അമ്മ കാവ്യാമ്മ എന്ന് പറയുമ്പോൾ രാധികയുടെ അമ്മയുടെ പ്രതീക്ഷകളെല്ലാം തെറ്റുന്ന പോലെ മണിക്കുട്ടിനെയും കാവ്യനെയും മാറി മാറി നോക്കുന്നിടത്താണ് കേട്ടോ എപ്പിസോഡ് തീരുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടേക്ക് കെയർ, ബൈ ബൈ.